ഞാനൊരു തിലോപ്പി മീൻ സിലോപ്പിയ ആ മീനിനെ നിങ്ങളവിടെ പറയാം. ആ മീനോടെ കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം എന്താ പറയുക, തേങ്ങ, ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഇപ്പം അകത്ത് അരപ്പിനുള്ളതാണ് കേട്ടോ. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി ഒക്കെ കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ഗ്യാസ് കത്തിച്ചു, ഫ്രൈ പാൻ വെച്ചു, മുളക് എല്ലാം കൂടെ ഒന്ന് ആ ചട്ടിയിലിട്ട് ചൂടാക്കി എടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് എടുത്തിട്ട് എന്താ പറയുക, അരപ്പിലേക്ക് ആ തേങ്ങയിലേക്ക് ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ നന്നായിട്ട്. അപ്പോൾ അതാ ഏകദേശം ചൂടായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ചൂടായിക്കൊണ്ടിരിക്കണു. ചൂടായി അപ്പോൾ ഞാൻ തേങ്ങയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്ക് അരച്ചു കൊടുക്കാം കേട്ടോ. അത് ഞാൻ ഇത്തിരി വെള്ളം ചേർത്ത് അരച്ചു. അപ്പോഴേക്കും തക്കാളി, പച്ചമുളക്, ഇഞ്ചിയും കൂടെ ഉപ്പ് ചേർത്തിട്ട് ഒന്ന് വേണമെങ്കിൽ കൈ കൊണ്ട് ഉടച്ചു കൊടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, തേങ്ങ അരച്ചതും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇത്തിരി ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് തിളപ്പിച്ചെടുക്കണം കേട്ടോ നമുക്ക്. അപ്പോൾ അതാ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് വെച്ചെടുത്തുണ്ട് കേട്ടോ. അതാ ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്തേക്ക് വയ്ക്കാം. കാരണം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിതാ മീൻ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണു. അതാ പെട്ടെന്ന് വേവ് കിട്ടും. അത് പെട്ടെന്ന് വെന്തിട്ടുന്ന മീനാട്ടോ. കാരണം അധികം വേവൊന്നുമില്ല, കാരണം ഉടഞ്ഞു പോകും കൂടുതൽ വെന്തുണ്ടെങ്കിൽ. അപ്പോൾ അതാ മീൻ വേവാൻ വേണ്ടി ഞാൻ എന്താ ഇട്ടു. കറി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതാ മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടോ. അപ്പോൾ അടച്ചു വെച്ചു. ഒരു 10 മിനിറ്റൊക്കെ ആയി. 10 മിനിറ്റ് അല്ല, ഒരു 5 മിനിറ്റ് 7 മിനിറ്റൊക്കെ ആയുള്ളൂ. അപ്പോഴേക്കും ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ കറി. അപ്പം നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ചേർക്കാം. ഉലുവാപ്പൊടി ഇത്തിരി ഇട്ടു കേട്ടോ. 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ടു. ഇനി ഇത്തിരി വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കണത്. പച്ച വെളിച്ചെണ്ണ ചേർത്തു. ഇത്തിരി കറിവേപ്പിലയും കൂടെ ഇടണം നമുക്ക്. അപ്പോൾ കറിവേപ്പില എടുത്ത് കഴുകാം. എന്തോ ഇത്തിരി നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കറിവേപ്പില. കാരണം വെള്ളത്തിലിട്ട് വെച്ച് അതിൻ്റെ അണുക്കളൊക്കെ പോയിട്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇനി എണ്ണ ഇങ്ങനെ